When God sends you to the right field. രൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായം 19-ാം വാക്യം. അമ്മായിമ്മ അവളോട്, നീ ഇന്ന് എവിടെയായിരുന്നു പറക്കിയത്? എവിടെയായിരുന്നു വേല ചെയ്തത്? നിന്നോട് ആദരവ് കാണിച്ചവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞു. രൂത്ത് ബോവസിന്റെ വയലിൽ നിന്ന് മടങ്ങി വന്ന ശേഷം രൂത്തിന്റെ കയ്യിലുള്ള പ്രതിഫലം കണ്ട് വളരെ ആശ്ചര്യത്തോടെയും സന്തോഷത്തോടും കൂടിയാണ് നവോമി സംസാരിക്കുന്നത്. ജീവിതത്തെക്കുറിച്ച് ഒരു പ്രതീക്ഷയുമില്ലാതെ, ഒന്നിനെക്കുറിച്ചും പ്രതീക്ഷയില്ലാതെ ജീവിച്ച നവോമിക്ക് രൂത്ത് കൊണ്ടുവന്ന ചെറിയ പ്രതിഫലം അതുപോലും വളരെ സന്തോഷമുള്ളവാക്കി. നമ്മൾ പലപ്പോഴും ശരിയായ ആളുകളുടെ സന്നിധിയിൽ നമ്മൾ എത്തിച്ചേരുമ്പോൾ, ശരിയായ വയലിൽ നമ്മൾ എത്തിച്ചേരുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ചെറിയ നന്മകൾ പോലും നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാനിടയായിത്തീരും. പലപ്പോഴും നമ്മളെല്ലാം ജീവിതത്തിൽ വലിയ ചില മിറാക്കിൾ സംഭവിക്കാൻ വേണ്ടി, വലിയ ചില അത്ഭുതങ്ങൾ സംഭവിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരാണ്. പക്ഷെ ആ പ്രോസസ്സിനിടയിൽ സംഭവിക്കുന്ന ചെറിയ ചില നന്മകൾ നമ്മൾ കാണുന്നവരാണോ, അല്ലെങ്കിൽ അതിൽ സന്തോഷം കൊള്ളുന്നവരാണോ? കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചില കാര്യങ്ങൾ കൂടിയും വലിയൊരു നന്മയിലേക്ക് നമ്മൾ നയിച്ചുകൊണ്ടിരിക്കുക. ബോവസ് രൂത്തിനെ കണ്ടത് ഒരിക്കലും ഒരു ആക്സിഡന്റ് ആയിട്ട് സംഭവിച്ചതല്ല, ഒരു ഭാഗ്യവശാലും സംഭവിച്ചതല്ല. അത് ദൈവം ഒരുക്കിയ ഒരു ഡിവൈൻ അറേഞ്ച്മെന്റ് ആയിരുന്നു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പലരും തള്ളിക്കളഞ്ഞിരിക്കാം, നമുക്കൊരു വാല്യൂ തന്നില്ലായിരിക്കാം. പക്ഷെ ദൈവത്തിൻ്റെതായിട്ടുള്ള ഡിവൈൻ അറേഞ്ച്മെന്റ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ വലിയ നന്മകൾ നമ്മളെ തേടിയെത്തുവാനിടയായിത്തീരും. നവോമി ബെത്ലഹേമിലേക്ക് മടങ്ങി വരുമ്പോൾ നവോമി മറ്റുള്ളവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്നെ നിങ്ങളെ നവോമി എന്ന് വിളിക്കണ്ട, മാറ എന്ന് വിളിക്കാം, കൈപ്പായവൾ എന്ന് വിളിക്കാം. പക്ഷെ ഇവിടെ ചെറിയൊരു നന്മ അവളുടെ ജീവിതത്തിൽ അനുഭവിച്ചപ്പോൾ തന്നെ അവള് ആ ബോവസിനെ അനുഗ്രഹിക്കുവാനിടയായിത്തീർന്നു. ദൈവം നമ്മുടെ ജീവിതത്തിൽ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ എത്ര തകർന്ന ഹൃദയമാണെങ്കിലും, എത്ര തകർന്ന മനസ്സോടുകൂടിയാണ് നിങ്ങൾ ആയിരിക്കുന്നെങ്കിലും, എത്ര മുറിവുകളോടുകൂടിയാണ് നിങ്ങൾ ആയിരിക്കുന്നെങ്കിലും, ഒരു പുതുക്കൽ പണിയൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനിടയായി. നവോമിയുടെ ജീവിതത്തിലെ മാറയെ മാറ്റി, അവളെ അനുഗ്രഹമാക്കി മാറ്റിയത് ചെറിയ ചില കാര്യങ്ങളിൽ പോലും മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്ന സ്വഭാവം നവോമിയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഒരുപാട് വലുത് പ്രതീക്ഷിച്ച് നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ കൂടി കടന്നു പോകുന്ന ചെറിയ ചെറിയ നന്മകളെ നമ്മൾ കാണാറുണ്ടോ? അതിനെ തിരിച്ചറിയാറുണ്ടോ? ഈ ദിവസങ്ങളിൽ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ചെറിയ നന്മകളെ പോലും, ചെറുതെന്ന് നമുക്ക് തോന്നുന്ന പല നന്മകളെയും തള്ളിക്കളയാതെ നമ്മളെ അനുഗ്രഹിക്കുന്ന നമ്മുടെ കർത്താവിനെ നമ്മൾ സ്തുതിക്കാൻ ആരംഭിച്ച വലിയ ചില നന്മകൾ കാണുവാൻ കർത്താവ് നമ്മളെ സഹായിക്കും. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കും.